Good morning, students. During the last classes of international trade agreement, we are clearly explains different types of international trade negotiations like unilateral trade agreement, bilateral trade agreement, and plurilateral trade agreement, and also explains various types of international agreements just like GATT, WTO, etc. And also we explains different components of regional economic integrations such like European Union, North American Free Trade Agreement NAFTA, ASEAN, OPEC, like that. Okay. In today's topic, we propose to explain international financial institutions. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആസ്പെക്ട്സ് ആണ് ഇൻ്റർനാഷണൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഇഫക്റ്റീവായിക്കൊണ്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് വ്യത്യസ്ത ഏരിയാസിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഡിഫറെൻറ്റ് റീജിയൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ പോപ്പുലറിസ്റ്റിക് ആയിക്കൊണ്ട് വി ക്യാൻ എക്സ്പ്ലെയിൻസ് ദർ ആർ മെയിൻലി 3 to 4 types of international financial institutions which is primarily established for the development and promotions of international business transactions. The first one is IMF, International Monetary Fund, and the second one is World Bank, and the third one is ADB, Asian Development Bank. Okay. So the first topic is IMF. IMF stands for International Monetary Fund. It was established in 1945 as a result of International Financial Conference held at Bretton Woods in 1944. 1944 കണ്ടക്ട് ചെയ്തിട്ടുള്ള ലോകത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് 1944 എന്നുള്ളത്. ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻസുകളാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ടിങ്സ് ഓഫ് ബ്രെട്ടൺ വുഡ് എന്നുള്ള പേരിലാണ് ഇതിന് അറിയപ്പെടാറുള്ളത്. ടിങ്സ് ഓഫ് ബ്രെട്ടൺ വുഡിൽ ഒന്ന് IMFും അതുപോലെ തന്നെ സെക്കൻഡ് വൺ വേൾഡ് ബാങ്കും ആയിട്ടാണ് വരുന്നത്. ഓക്കെ. The International Monetary Fund is an international organization working to foster global monetary cooperation, secure financial stability, facilitate international trade, promoting high employment and sustainable economic growth, and also reducing for the poverty around the world. ഇതാണ് IMFിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് റിലേറ്റഡ് ആയിട്ട് അതിനൊരു മീനിങ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഇസ് എൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വർക്കിംഗ് ടു ഫോസ്റ്റർ ദി ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ. വേൾഡ് ലെവലിൽ ഒരു ഫൈനാൻഷ്യൽ മോണിറ്ററി കോപ്പറേഷൻസ് സെക്യൂർ ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻ്റർനാഷണൽ ട്രേഡിനെ വളരെ ഈസിയസ്റ്റ് ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക, പ്രൊമോട്ടിംഗ് ഹൈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ആൾസോ സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ദി പോവർട്ടി അറൗണ്ട് ദി വേൾഡ്. The IMF was started with an initial membership of 29 countries and now it has 190 member countries. The IMF is a specialized agency of United Nations but it is function independently of UN control. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചതാണ് ഇൻ്റർനാഷണൽ ലെവൽസിൽ ബിസിനസ് ട്രാൻസാക്ഷൻ കുറച്ചുകൂടി ട്രാൻസ്പാരൻ്റ് ആയിക്കൊണ്ട് പെർഫോം ചെയ്യുകയും കുറച്ചുകൂടി കോപ്പറേറ്റീവ് ലെവൽസിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ചില ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണമെന്നുള്ള ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പറയപ്പെടുന്ന IMFും അതുപോലെയുള്ള വേൾഡ് ബാങ്ക് പോലുള്ള ഓർഗനൈസേഷൻസുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. IMF എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 29 കൺട്രീസാണ് അതിൻ്റെ ഫോമിംഗ് കൺട്രീസ് ആയിക്കൊണ്ട് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ കൺട്രീസ് ആയിട്ട് വന്നിരുന്നത്. പിന്നീട് പല ഒക്കേഷൻസിലായിക്കൊണ്ട് ഡിഫറെൻറ്റ് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിനെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിലേക്ക് ആഡ് ചെയ്യുകയും പ്രസൻറ്റ് സിനാരിയോസിൽ 190 മെമ്പർ കൺട്രീസാണ് IMFിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ളത്. ഇതൊരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസി എന്നുള്ള രൂപത്തിലാണ് വർക്കൗട്ട് ചെയ്യാറുള്ളത് എങ്കിൽ പോലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് സ്വതന്ത്രമായിക്കൊണ്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഏജൻസി എന്നുള്ള നിലക്കാണ് IMF ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടാറുള്ളത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ക്യാപ്ഷൻ ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് IMF. The first objective is to maintain the global monetary cooperation and secure financial stability. Global monetary cooperation and secure financial stability. International ലെവൽസിൽ ഒരു മോണിറ്ററി കോപ്പറേഷൻ ഡിഫറെൻറ്റ് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് തമ്മിലുള്ള ഒരു ഫൈനാൻഷ്യൽ മോണിറ്ററി കോപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ ആയിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. And the second one is to promote high employment and sustainable economic growth. And the third one, promote international minority cooperation through permanent institution. And the fourth one is to act as a machinery for consultation and collaborations on international monetary
പ്രോബ്ലംസ് ഇൻ്റർനാഷണൽ ലെവൽസിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഫൈനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സുകളോ മറ്റു കോംപ്ലിക്കേഷൻസുകളോ ഉണ്ടാകുന്ന സമയത്ത് അത് ഈസിയസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മെഷീനറീസ് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു മെക്കാനിസംസ് കൃത്യമായി കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും IMFൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. അതുപോലെ ടു പ്രൊമോട്ട് ആൻഡ് എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി and to assist the establishment of multilateral system of payment between the member countries. International business transaction നടക്കുന്ന സമയത്ത് അതിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ഓപ്പറേഷൻസ് കൃത്യമായ രൂപത്തിലുള്ള പേയ്മെൻറ്റ് ആക്ടിവിറ്റീസ് മറ്റു ഇഷ്യൂസുകളോ മറ്റു ഡിസ്പ്യൂട്ട്സുകളോ ഇല്ലാതെ സ്മൂത്ത് ആയിക്കൊണ്ട് കണ്ടക്ട് ചെയ്ത് പോകുന്നതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. And also next objective is to give confidence to members by making general resources of IMF under the adequate safeguard. So these are the basic objectives of IMF. And the another component is the functions of IMF. What are the main major functions performed by IMF? We can explain there are 4 to 5 types of functions primarily performed by the International Monetary Fund. The first one is to maintain the exchange stability and discouraging the fluctuations of rate of exchange. ഒന്നാമത്തെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് മെയിൻറ്റെയിനിങ് എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ആൻഡ് ഡിസ്കറേജിങ് ദി ഫ്ലക്ച്വേഷൻസ് ഇൻ ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. പരമാവധി മെമ്പർ കൺട്രീസിൻ്റെ കറൻസി റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഒരു പരിധിവരെ കൃത്യമായി കൊണ്ട് സ്റ്റേബിളായിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയും മാക്സിമം ഫ്ലക്ച്വേഷൻസ് ഇൻ്റർനാഷണൽ കറൻസി എക്സ്ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഫ്ലക്ച്വേഷൻസ് പരമാവധി ഡിസ്കറേജ് ചെയ്യുകയും പരമാവധി ഏറ്റവും നല്ല രീതിയിൽ മെമ്പർ കൺട്രീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിനെ ഒരു സ്റ്റേബിൾ ആയിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഫങ്ഷൻസ് ആയിട്ടാണ് വരാറുള്ളത്. ഓക്കെ, ഇതിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിക്കൊണ്ട് നമുക്കറിയാം ഗോൾഡുമായി റിലേറ്റഡ് ആയിക്കൊണ്ടും അതുപോലെ തന്നെ ഡോളർ റിലേറ്റഡ് ആയിക്കൊണ്ടും വ്യത്യസ്ത മെമ്പർ കൺട്രീസിൻ്റെ കറൻസി റേറ്റ് ഏകദേശം ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് IMFൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് ആയിട്ട് വരുന്നത്. And the second point is elimination of balance of payment disequilibrium. Elimination of balance of payment disequilibrium. Balance of payment എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ റേഷ്യോ ഇൻ ബിറ്റ്വീൻ ദ amount of exporting and importing during the financial year എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിന് എത്ര എമൗണ്ടിൻ്റെ എക്സ്പോർട്ട് റവന്യൂ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻസിനെ പറയുന്ന പേരാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്കെയിലായിട്ട് വരാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെയും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ്റെ ഡിസ്ഇക്വിലിബ്രിയം പരമാവധി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി കൊണ്ട് IMFൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള മറ്റൊരു ഫങ്ഷനിങ് ആയിട്ടാണ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ആൻഡ് ദ തേർഡ് പോയിന്റ്, determination of par value of currencies of member countries. Determination of par value of currencies of member countries. ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും IMFൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും കറൻസിയുടെ പാർ വാല്യൂ കൃത്യമായി കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുക. ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും കറൻസിയുടെ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ US ഡോളറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർ വാല്യൂ കറക്റ്റ് ആയിക്കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതും IMFൻ്റെ മറ്റൊരു ഫങ്ഷനിങ് ആണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സ്റ്റെബിലൈസസ് ദ ഇക്കോണമീസ്. രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്കോണമീസിനെ കൃത്യമായി കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക. അതിനാവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് അഡ്വൈസസ് വ്യത്യസ്ത എക്കണോമിക് ആൻഡ് മോണിറ്ററി ആസ്പെക്ട്സിൽ കൃത്യമായിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസും മറ്റു അസിസ്റ്റൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചും IMF മെമ്പർ കൺട്രീസിൻ്റെ ഇക്കണോമിയെ കൃത്യമായി കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫങ്ഷനിങ് ആണ്. ആൻഡ് പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് വ്യത്യസ്ത കീ ഏരിയാസിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള കീ സെക്ടറിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷനിങ് ആയിട്ട് വരാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് കറൻസീസ്. Maintaining balance between demand and supply of currencies. And the other one, maintaining international liquidity of member countries. മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ കൃത്യമായ രൂപത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ബോറോ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക, മറ്റു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ലിക്വിഡിറ്റി കൃത്യമായി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതും IMFൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷനിങ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ടെക്നിക്കൽ അസിസ്റ്റൻസ്.
പ്രൊവൈഡിങ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് കൃത്യമായ രൂപത്തിലുള്ള സ്പെഷ്യലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെയും ഒക്കെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനിങ്. ആൻഡ് ദ നയൻത് വൺ ഈസ് റെഡ്യൂസിങ് താരിഫ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ട്രേഡ് റെസ്ട്രിക്ഷൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിനിങ് ഓവറാൾ സൂപ്പർവിഷൻ. ഇൻ്റർനാഷണൽ ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ഓവറാൾ സൂപ്പർവിഷൻസ് കൃത്യമായി കൊണ്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതും IMFൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനിങ് ആണ്. സോ ദീസ് ആർ ദ 9 to 10 types of functions of IMF. It is a very important topics of the university examination. Okay, and the next terminology is special drawing rights. SDR എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന special drawing rights. The SDR is an international reserve asset created by IMF in 1969 to supplement its member countries of official റിസേർവ്സ്. പ്രധാനമായിക്കൊണ്ടും SDR എന്നുള്ളത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നുള്ളത് IMFുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ റിസർവ് ഇൻ്റർനാഷണൽ റിസർവ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ റിസർവ് സെക്യൂരിറ്റി ആയിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. The SDR was created as a supplementary international reserve asset in the context of Bretton Woods fixed and the exchange rate system. കൃത്യമായ രൂപത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IMFൻ്റെ ഭാഗമായിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ റിസർവ് അസറ്റ്സിനെ പറയുന്ന പേരാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാറ്. The SDR is neither a currency nor a claim on the IMF. Rather, it is a potential claim on the freely usable currencies of IMF members. SDR can be exchangeable for these currencies. Okay. And the next terminology is World Bank. രണ്ടാമത്തെ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻ ആണ് വേൾഡ് ബാങ്ക്. അതിന് പോപ്പുലറിസ്റ്റിക് ആയിക്കൊണ്ട് അറിയപ്പെടാറുള്ള IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ IBRD മാത്രമായിട്ടല്ല വേൾഡ് ബാങ്ക് വരുന്നത്. വേൾഡ് ബാങ്ക് ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഏതാണ്ട് 4 to 5 ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടിയതിനെയാണ് നമ്മൾ അതിൻ്റെ ഒരു കൺസോർഷ്യത്തിലാണ് നമ്മൾ വേൾഡ് ബാങ്ക് എന്നുള്ള പേരിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അറിയപ്പെടാറുള്ളത്. ജനറൽ കേസിൽ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള IBRD ആണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് എ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് ലോൺസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ ദി ക്യാപിറ്റൽ പ്രോഗ്രാംസ്. It was established in 1944 in the Bretton Woods Conference. And the main World Bank groups, നേരത്തെ പറഞ്ഞു 4-5 ടൈപ്സ് ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് വേൾഡ് ബാങ്കിൻ്റെമായി ബന്ധപ്പെട്ട് വരുന്നത്. 5 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. The first one is International Bank for Reconstruction and Development, IBRD. And the second one is International Development Association, IDA. And the third one is International Financial Corporation, IFC. And the fourth one is Multilateral Investment Guarantee Agency, MIGA. And the last one is International Center for Settlement of Investment Dispute, ICSID. The first organization, വേൾഡ് ബാങ്ക് എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫസ്റ്റ് ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് വാട്ട് ആർ ദ ബേസിക് ഗോൾസ് ഓർ എയിംസ് ഓഫ് വേൾഡ് ബാങ്ക് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. എയിംസ് ഓർ ഗോൾസ് ഓഫ് വേൾഡ് ബാങ്ക്. The first one is to eradicate the extreme poverty and hunger. വേൾഡ് ബാങ്കിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്നുള്ളത് ലോകത്തുള്ള പോവർട്ടി ഇറാഡിക്കേഷൻ കൃത്യമായി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പോവർട്ടിയെ ഇഫക്റ്റീവായിക്കൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും, അത് ഫൈനാൻഷ്യൽ ആയിട്ടായാലും ടെക്നിക്കലായിട്ടായാലും മറ്റു സർവീസുകളായിട്ടായാലും ശരി, ഇൻ്റർനാഷണൽ ലെവൽസിലുള്ള പോവർട്ടി ഇറാഡിക്കേഷൻസ് ആണ് ഫണ്ടമെൻ്റലായിട്ട് ഒരു വേൾഡ് ബാങ്കിൻ്റെ മെയിൻ ഗോളായിക്കൊണ്ട് എയിമായിട്ട് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടു അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. അച്ചീവിങ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിലെയും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെയും പ്രൈമറി എഡ്യൂക്കേഷൻ കൃത്യമായി കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രൈമറി എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് ഇഫക്റ്റീവായിക്കൊണ്ട് എൻഷുർ ചെയ്യുക എന്നുള്ളത് വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗോൾസ് ആയിട്ട് വരും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു എംപവർ ദി ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർ വുമൺ. ജെൻഡർ ഇക്വാളിറ്റി, ഇപ്പോൾ നമുക്കറിയാം വുമൺസ് ആൻഡ് ജെൻസ് തമ്മിലുള്ള ഒരു വ്യത്യസ്ത ഏരിയാസിലുള്ള ഒരു ജെൻഡർ ഇക്വാളിറ്റി കൃത്യമായി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ വുമൺ എംപവർമെൻറ്റിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനിങ് ആണ്, ഗോൾസ് ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ടു ഇംപ്രൂവ് ദി മെറ്റേണൽ ഹെൽത്ത്. ടു ഇംപ്രൂവിങ് ദി മെറ്റേണൽ ഹെൽത്ത്.
നമുക്കറിയാം മെറ്റേണൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ്സ് ആയിട്ട് വരുന്നതാണ്. പലപ്പോഴും ചൈൽഡ് മോർട്ടാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ് ആയിക്കൊണ്ട് ഒരു കാരണമായിട്ട് വരാറുള്ളത് ലോ ലെവൽ ഓഫ് മെറ്റേണൽ ഹെൽത്ത് എന്നുള്ളതാണ്. പലപ്പോഴും 90% ഓഫ് ചൈൽഡ് മോർട്ടാലിറ്റിയുടെ റീസൺ ആയിട്ടുണ്ട്, ശിശു മരണത്തിൻ്റെ ഒരു റീസണായിട്ട് വരാറുള്ളത് ലോ ലെവൽ ഓഫ് മെറ്റേണൽ ഹെൽത്ത് ആണ്. അപ്പോൾ ഇത് പരമാവധി ഇമ്പ്രൂവ് ചെയ്യുക, മെറ്റേണൽ ഹെൽത്തിനെ പരമാവധി ഇമ്പ്രൂവ് ചെയ്യുക, പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിലെ മെറ്റേണൽ ഹെൽത്ത് പരമാവധി ഇമ്പ്രൂവ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടുകൾ വ്യത്യസ്ത ഏജൻസികളുമായി ഡെലിവർ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗോൾസ്. ആൻഡ് ഓൾസോ ഫോർത്ത് വൺ, ടു റെഡ്യൂസ് ദി ചൈൽഡ് മോർട്ടാലിറ്റി, ശിശു മരണനിരക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾസായിട്ട് വരാറുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ആഹാരത്തിൻ്റെ കുറവ്, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഹോസ്പിറ്റൽ സർവീസിൻ്റെ ആബ്സെൻസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും ചൈൽഡ് മോർട്ടാലിറ്റി പ്രത്യേകിച്ചും ലെസ് ഡെവലപ്ഡ് കൺട്രീസിലും അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിലും ഇൻക്രീസ് ചെയ്യപ്പെടാറുണ്ട്. പരമാവധി ചൈൽഡ് മോർട്ടാലിറ്റിയെ റെഡ്യൂസ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗോൾസായിട്ട് വരും. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ടു കമ്പാറ്റ് HIV, AIDS ആൻഡ് മലേറിയ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഡിസീസസ്. HIV, എയ്ഡ്സ്, മലേറിയ പോലുള്ള മറ്റു ഇതേപോലെയുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡിസീസിന് എതിരെ കൃത്യമായ രൂപത്തിലുള്ള കുത്തിവെപ്പ് പോലെയുള്ള എലമെൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ പൂർണ്ണമായിക്കൊണ്ട് നീക്കം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട എയിം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി, ഓക്കെ, അതും പ്രധാനപ്പെട്ട ഒരു ഗോൾസായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ബാങ്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റിൽ തന്നെ ഏകദേശം റിപ്പീറ്റേഷനായിട്ട് വരുന്ന ചില പോയിന്റ്സിലാണ് ഇവിടെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളത്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ലോങ് റൺ ക്യാപിറ്റൽ ടു മെമ്പർ കൺട്രീസ് ഫോർ ഇക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രത്യേകിച്ചും മെമ്പർ കൺട്രീസിലെ ഡെവലപ്പിംഗ് കൺട്രീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വേൾഡ് ബാങ്കിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ, ടു ഇൻഡ്യൂസ് ലോങ് റൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ അഷ്വറിംഗ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള ഒരു ലോങ് റൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ഫോർ ലോൺസ് ഗ്രാൻഡഡ് ടു സ്മാൾ ആൻഡ് ലാർജ് യൂണിറ്റ്സ്. കീ ഏരിയാസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സ്മാൾ സ്കെയിൽ സെക്ടറിനും അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ സെക്ടറിനും ആവശ്യമായിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ഗ്യാരണ്ടി നിന്ന് കൊടുക്കുക എന്നുള്ളതും വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനിങ് ആണ്, ഒബ്ജക്റ്റീവ്സ് ആണ്. The fourth one is to ensure the implementation of development projects. രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ആസ്പെക്ട്സും അതുപോലെ തന്നെ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടും കൃത്യമായിക്കൊണ്ട് കാര്യങ്ങളെല്ലാം ഇഫക്റ്റീവായിക്കൊണ്ട് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതും വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ആൻഡ് ദി ലാസ്റ്റ് പോയിന്റ്, ടു പ്രൊമോട്ട് ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി മെമ്പർ കൺട്രീസ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഏജൻസി ഓർഗനൈസേഷനാണ്. നമ്മൾ വ്യത്യസ്ത ഓർഗനൈസേഷൻസിൻ്റെ പേരുകൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തു, ADA അതുപോലെ തന്നെ മിക ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസുകളൊക്കെ. ഓക്കെ, മൂന്നാമത്തെ നമ്മുടെ മെയിൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ IMF, വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേർഡ് ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷനാണ് ADB, which stands for Asian Development Bank. It is a regional development bank established in 19th December 1996. Its headquarters in Manila, Philippines. And the Asian Development Bank have a board of governors and it is the highest body of the bank, and also there is a board of directors elected from the board of governors and a managing director. Okay, ഇത് അതിൻ്റെ ഒരു കോമ്പോസിഷനാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ്സ് ബാങ്കിന് അതിൻ്റെ എല്ലാ മെമ്പേഴ്സും ഉൾപ്പെടുന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സും ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു മാനേജിംഗ് ഡയറക്ടർ ചെയർമാനുമാണ് ഇതിൻ്റെ ഒരു ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു കൺസോർഷ്യമായിട്ട് വരാറുള്ളത്. നെക്സ്റ്റ് ക്യാപ്ഷൻ ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ADB. ഏകദേശം റിപ്പീറ്റേഷൻ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകണം. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഈസ് ടു റെഡ്യൂസിങ് ദി പോവർട്ടി ഇൻ ഏഷ്യ പസഫിക് റീജിയൻ. ആൻഡ് സെക്കൻഡ് വൺ, ടു മെയിൻറ്റെയിൻ ദി എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. തേർഡ് വൺ, പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ കീ ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ്. And the fourth one, providing the support in the disaster risk management. And the fifth one, aim to achieve finance sector development. And the last one, regional cooperation and integration. മറ്റൊരു പ്രധാനപ്പെട്ട വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, മിക എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്.
ആക്ച്വലി ഇത് വേൾഡ് ബാങ്കിന് കീഴിൽ വ്യത്യസ്ത ഫണ്ടുകൾ അല്ലെങ്കിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് റിസീവ് ചെയ്യുന്നതിന് ഗ്യാരണ്ടി നിന്ന് കൊടുക്കുന്ന ഒരു ഗ്യാരൻറ്റിയിങ് ഏജൻസി എന്നുള്ള പേരിലാണ് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി മിക എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇറ്റ് ഇസ് ആൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ബാങ്ക് വിച്ച് ഓഫർ പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് ഗ്യാരണ്ടി. പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസും ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന വേൾഡ് ബാങ്കിന് കീഴിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനാണ് നമ്മൾ മിക അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ദിസ് ഏജൻസി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2 April 1998. നേരത്തെ നമ്മൾ വേൾഡ് ബാങ്കിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കൃത്യമായിക്കൊണ്ട് മികയുടെ ഓപ്പറേഷണൽ ഇഫക്റ്റീവ്നെസ് കൃത്യമായിക്കൊണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് കൗൺസിൽ ഓഫ് ഗവർണേഴ്സ്. കൗൺസിൽ ഓഫ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികയിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ രാജ്യത്തിൻ്റെയും ഓരോ റെപ്രസെൻറ്റേറ്റീവ് ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെയാണ് കൗൺസിൽ ഓഫ് ഗവർണേഴ്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് ഗവർണേഴ്സിൽ നിന്നും പരമാവധി 25 മെമ്പേഴ്സിനെ എലക്ട് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ഡയറക്ടർ ബോർഡാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ചെയർമാനാണ് നമ്മൾ പ്രസിഡന്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി മിക. The first one is to promote the flow of foreign direct investment into less developed member nation. And the second one, to provide investors cover to investors against political risk. And the third one, to offer assurance against non-commercial risks such as a risk of currency transfer, war, civil conflict, etc. And the fourth one, to offer the promotional and advisory service. And fifth one, to establish credibility among the investors. And the last one, to promote FDI in the areas of road construction, drinking water, and rural education, etc. And the another organizations of World Bank is International Development Association, IDA. It is an international financial organization established in 1960 for extending loans and advances to the world's poorest developing countries on concessional basis. It is a member organization of World Bank and its headquarters is in Washington, D.C. in United States. The basic objectives of IDA is to give financial assistance to less developed countries. And the second one, increasing the productivity and living standard of less developed regions. And the third point, to extend the financial assistance to high priority projects and the member countries. And the fourth one, to give advances to private enterprises without the government guarantee. And the last one, to maintain cooperation with other financial institutions in providing financial and technical assistance to less developed countries. So these are the major institutional organizations in the areas of international business. പ്രധാനമായിക്കൊണ്ട് നമ്മളിവിടെ IMF, വേൾഡ് ബാങ്ക് ആൻഡ് ADB 3 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ വരുന്ന 5 ഓർഗനൈസേഷനാണ് വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട 2-3 ഓർഗനൈസേഷൻ്റെ കൂടി എക്സ്പ്ലനേഷൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ പറയപ്പെടുന്ന ഇൻ്റർനാഷണൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ള ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.